ഹലോ നമസ്കാരം. ഇതൊരു മാക്സിൻ്റെ വയർലെസ് മൈക്രോഫോണാണ്. ഇത് MK8 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ 2 മോഡലുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് MK8 എന്ന മോഡലാണ്. ഇത് 20 മീറ്റർ റേഞ്ച് കിട്ടും. 20 മീറ്റർ വരെ നമുക്ക് ഈ ഫോണിൽ നിന്ന് റേഞ്ച് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്ന് അൺബോക്സ് നോക്കാം. ഇതാണ് എൻ്റെ യൂസർ മാനുവൽ. നമുക്കതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ ഫുൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുള്ള യൂസർ മാനുവലാണിത്. ഇത് MK8-ൻ്റെ, ഇത് MK9 ആണ്. 2 ഇത് മൈക്ക് വരുന്ന ടൈപ്പ്. ഇതാണ് ഇതും മൈക്കാണ് പ്ലസ് ട്രാൻസ്മിറ്റർ. ഇത് റിസീവറാണ്. ഇതാണ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യേണ്ട ഭാഗം. ഭയങ്കര ടൈറ്റാണല്ലോ. ശരി, ഇത് ഫോണിൻ്റെ നമ്മൾ USB-C കണക്ട് ചെയ്യണം. ഇത് റിസീവറാണ്. ഇത് ട്രാൻസ്മിറ്റർ പ്ലസ് മൈക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. ഓൺ ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് മാറി കത്തും. ചുവപ്പും പച്ചയും ഇങ്ങനെ മാറി കത്തിക്കൊണ്ടിരിക്കും. ഇത് എപ്പോഴാണ് കണക്റ്റ് ആകുന്നത് അപ്പം ഇത് പച്ചയിൽ കിട്ടും. ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് ചുവപ്പ് കത്തി കിടക്കും ചാർജ് ചെയ്യാൻ കണക്ട് ചെയ്യുമ്പോൾ. ഇതാണ് ഇതിൻ്റെ സെയിം വേറൊരു കമ്പനിയുടെ ഉണ്ട്, K8. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ചാർജിങ്. ഇതിൽ അതും സെയിം തന്നെയാണ്. ഇവിടെ ഒരു മാക്സ് എന്ന് എഴുത്തുണ്ട്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇത് USB-C ടൈപ്പ് ഇതാണ്, കണക്ടറാണ്. നമ്മളെ സാധാരണ ഫോണിൻ്റെ ചാർജർ ചെയ്യുന്നത് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചാർജിങ് കേബിളുണ്ട്. ഇതാണ് ചാർജിങ് കേബിൾ. USB-C USB-A. നമ്മൾ സാധാരണ ഫോണിൽ ചാർജർ കണക്ട് ചെയ്യുക, ഇതെടുത്ത് അതിൽ കണക്ട് ചെയ്യുക. പക്ഷേ നമുക്ക് ഇതിൽ 10 വർഷം വെച്ചാൽ ഈർപ്പം വല്ലതും ഉണ്ടെങ്കിൽ, നമ്മൾ വേർപ്പം വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ കോളറിൽ കണക്ട് ചെയ്യാനുള്ളതാണിത്. ഉണ്ടെങ്കിൽ ഇതിനകത്ത് ആവാൻ ചാൻസ് ഉണ്ട്. മറ്റേതുപോലെ തന്നെയാണ്. ഇത് ആപ്പിൾ ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ആപ്പിൾ ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഈ റിസീവറിന് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തതിന് ശേഷം, ഇതിലോട്ട് പ്ലഗ് ചെയ്തതിന് ശേഷം ഇതെടുത്ത് ആപ്പിൾ ഫോണിൻ്റെ ലൈറ്റനിങ് കണക്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ആപ്പിളിലും കോമ്പറ്റബിളാണ്. പിന്നെ ഇതിലുള്ള വെച്ചാൽ USB-A to USB-C കണക്ടറാണ്. ഇത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യണം. ലാപ്ടോപ്പിൽ USB-Aയിൽ കണക്ട് ചെയ്തിട്ട് ഈ റിസീവർ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. നമുക്ക് കണക്ഷൻ കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്കിത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഫോണിലൊന്ന് കണക്ട് ചെയ്യും. ഞാനിപ്പോൾ എൻ്റെ ഫോണിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്ത് ഇത് കണക്ഷൻ കൊടുത്തിട്ട് ഇത് ഓൺ ചെയ്യും. ഈ സ്വിച്ച് ഓൺ ചെയ്ത് ഇവിടെ പച്ചയും ചുവപ്പും കത്തും. അത് പച്ചയാകുമ്പോൾ കണക്റ്റ് ആവും. അതിനുശേഷം നമുക്ക് സംസാരിച്ചാലേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, കണക്റ്റ് ആയെന്ന് തോന്നുന്നു, കാരണം പച്ച കത്തിയാണ്. ഓക്കെ, ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് എനിക്കിപ്പോൾ അറിയാൻ പറ്റത്തില്ല. അത് കേട്ടാൽ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ല, K8 എന്നുള്ള മോഡൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനൽ കിടപ്പുണ്ട്. അപ്പം അതും തമ്മിൽ വലിയ, കാരണം കാണാനും ഇതും ഒരു വ്യത്യാസവും ഇല്ല. മറ്റേതിൽ ഈ ഒരു കേബിളില്ല, A to C കേബിളില്ല. ഇതിൽ ഇതും കൂടെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി, ഈ കവറിൻ്റെ ക്വാളിറ്റി ഒന്നും മറ്റൊന്നും ഒപ്പം വരത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞ K8 എന്ന് പറഞ്ഞ മോഡൽ. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. കാരണം ഇതിന് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്. ഇവിടെ മാക്സ് എന്ന് ഇതിൽ എഴുത്തില്ല, പക്ഷെ ഈ മോഡൽ ഇതിൽ മാക്സ് എന്ന് എഴുത്തുണ്ട്. അതാണ് ഡിഫറൻസ് തോന്നുന്നത്. ഓക്കെ, ശരി എന്നാ. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.